അതിർത്തി മേഖലയായ ഗുജറാത്തിലെ സർ ക്രീക്ക് കേന്ദ്രീകരിച്ച് സൈനിക വിന്യാസം നടത്തുന്ന പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു തെറ്റായ നീക്കത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ഈ സർ ക്രീക്ക്? എന്തിനാണ് തർക്കം? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇതിന്റെ പരിഹാരം? ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. ബി ഇൻഫോംഡ് ബിഫോർ യു ഡിബേറ്റ്. എന്താണ് സർ ക്രീക്ക്? ഗുജറാത്തിലെ കച്ച് മേഖലയ്ക്കും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ജലപാതയാണ് സർ ക്രീക്ക്. അറബിക്കടലിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ അരുവി ഇന്ത്യയുടെ കച്ച് മേഖലയെയും പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയെയും വേർതിരിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇന്ത്യയുടെ സമുദ്രാതിർത്തി ആയതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ കാരണങ്ങളാലും സ്ട്രാറ്റജിക്കലിയും ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. സമുദ്ര സമ്പത്ത് വളരെയേറെയുള്ള പ്രദേശമാണിത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നാണിത്. മറ്റൊരു പ്രധാന കാരണം കടലിനടിയിൽ വൻതോതിൽ എണ്ണയും വാതകവും മറ്റ് ഹൈഡ്രോ കാർബൺസും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എന്തിനാണ് തർക്കം? സ്വാതന്ത്ര്യത്തിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. എന്നാൽ 1947 സ്വാതന്ത്ര്യ ലബ്ധിക്കും ഇന്ത്യ പാക് വിഭജനത്തിനും ശേഷം സിന്ധ് പാകിസ്ഥാന്റെ ഭാഗമായി, കച്ചാകട്ടെ ഇന്ത്യയുടെ ഭാഗമായി തുടരുകയും ചെയ്തു. എന്നാൽ 1914 അന്നത്തെ സിന്ധ് ഗവൺമെന്റും കച്ചിലെ റാവു മഹാരാജും ഒപ്പുവെച്ച ബോംബെ ഗവൺമെന്റ് പ്രമേയം ചൂണ്ടിക്കാണിച്ചാണ് പാകിസ്ഥാൻ സർ ക്രീക്കിന്റെ മേൽ മുഴുവനായുമുള്ള അവകാശം ഉന്നയിക്കുന്നത്. സിന്ധ് കച്ച് പ്രദേശങ്ങൾക്കിടയിലുള്ള അതിർത്തികൾ നിർണയിക്കുന്ന ഈ പ്രമേയത്തിലെ 9-10 പാരഗ്രാഫുകളിൽ സർ ക്രീക്ക് എന്ന അരുവിയെ സിന്ധിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും സർ ക്രീക്കിന്റെ കിഴക്കേ അറ്റത്തെ ഗ്രീൻ ലൈൻ എന്നറിയപ്പെടുന്ന പ്രദേശം അതിർത്തിയായി നിശ്ചയിക്കുകയും ചെയ്തു. അതായത് 1914 പ്രമേയമനുസരിച്ച് സർ ക്രീക്ക് പൂർണ്ണമായും സിന്ധിന്റെ ഭാഗമായിരുന്നു എന്നർത്ഥം. എന്നാൽ 1925 അന്നത്തെ ഗവൺമെന്റ് തയ്യാറാക്കിയ മറ്റൊരു ഭൂപടത്തിൽ സിന്ധ് കച്ച് അതിർത്തി സർ ക്രീക്കിന്റെ മധ്യരേഖയായാണ് കാണിച്ചിരിക്കുന്നത്. 1924 തന്നെ ഈ മധ്യരേഖയിൽ തൂണുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ ജലാതിർത്തി തർക്കങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന താൽവേക് ഡോക്ട്രിൻ അനുസരിച്ചും മധ്യരേഖ തന്നെയാണ് അതിർത്തിയായി കണക്കാക്കേണ്ടത്. എന്താണ് ഈ താൽവേക് ഡോക്ട്രിൻ? താൽവേക് ഡോക്ട്രിൻ പറയുന്നത്, രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു നദി അതിർത്തി സൃഷ്ടിക്കുമ്പോൾ ആ വാട്ടർ ബോഡി അഥവാ നദിയുടെ ഏറ്റവും ആഴമേറിയ ചാനലിലൂടെയാണ് അതിന്റെ അതിർത്തി രേഖ കടന്നു പോകേണ്ടത് എന്നാണ്. ഇറാഖ് ഇറാൻ അതിർത്തിയിലുള്ള ദ ഷാറ്റൽ അറബ് അതിർത്തി തർക്കം, USA-ക്കും മെക്സിക്കോയ്ക്കും ഇടയിലുള്ള റിയോ ഗ്രാൻഡെ അതിർത്തി തർക്കം, 2004 UN ലോ ഓഫ് ദ സീയുടെ കീഴിലുള്ള തർക്കം തുടങ്ങിയവയിലെല്ലാം പരിഹാരം കണ്ടെത്തിയത് താൽവേക് ഡോക്ട്രിൻ വഴിയാണ്. സർ ക്രീക്ക് പ്രദേശം ഹൈടൈഡ് സമയങ്ങളിൽ നാവിഗബിൾ ആയതുകൊണ്ട് ഈ പ്രശ്നത്തിലും താൽവേക് ഡോക്ട്രിൻ പിന്തുടരാനാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വാദം ഇത് നാവിഗബിൾ അല്ല എന്നതാണ്. അതുകൊണ്ട് 1914 പറഞ്ഞിരിക്കുന്നത് പോലെ സർ ക്രീക്കിന്റെ കിഴക്കേ അറ്റമാണ് അതിർത്തിയായി കണക്കാക്കേണ്ടതെന്നും പാകിസ്ഥാൻ വാദിക്കുന്നു. 1968 റാൻ ഓഫ് കച്ച് അതിർത്തി തർക്കം ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഇടപെട്ട് പരിഹരിച്ചിരുന്നു. ഏകദേശം 90% പ്രദേശം ഇന്ത്യക്കും 10% പ്രദേശം പാകിസ്ഥാനും എന്നിങ്ങനെയായിരുന്നു വിഭജിച്ചു നൽകിയത്. എന്നാൽ അന്ന് സർ ക്രീക്ക് ഇഷ്യൂ ആ ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ വന്നിരുന്നില്ല. ഈ പ്രശ്നത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. വെറുമൊരു അതിർത്തി തർക്കം എന്നതിനപ്പുറം ഇതിന് വിവിധ തലങ്ങളുണ്ട്. സമുദ്രാതിർത്തി ആയതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ കാര്യം. മത്സ്യബന്ധന പ്രദേശമായതുകൊണ്ട് തന്നെ ഇത് നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നം കൂടിയാണ്. അതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾ പിടിക്കപ്പെടുന്നത് ഇവിടെ ഒരു സ്ഥിരം സംഭവമാണ്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ സാധാരണ ജീവിതത്തെ കുറച്ചൊന്നുമല്ല ബാധിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട തലമാണ്. ഫാക്ടറികളിൽ നിന്നുള്ള അമിതമായ ഉപ്പും കെമിക്കൽസും ചേർന്ന മലിനജലം പാകിസ്ഥാൻ ഈ പ്രദേശത്തേക്ക് ഒഴുക്കിവിടുന്നെന്ന് ഇന്ത്യക്ക് പരാതിയുണ്ട്. വിലമതിക്കാനാകാത്ത സമുദ്ര സമ്പത്തിന്റെ സാധ്യതകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
ഇവിടെ ഓയിൽ, ഗ്യാസ്, മറ്റ് ഹൈഡ്രോ കാർബൺസ് തുടങ്ങിയവയുടെ വൻ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്നു. എന്നാൽ തർക്കപ്രദേശമായതിനാൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനോ അവ ഉപയോഗപ്രദമാക്കാനോ സാധിക്കുന്നില്ല. എന്താണ് ഇതിന്റെ ശാശ്വതമായ പരിഹാരം? രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പലപ്പോഴും അവസാനിക്കുന്നത് യുദ്ധത്തിലാണ്. ഇപ്പോൾ സർ ക്രീക്ക് കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ നടത്തുന്ന സൈനിക വിന്യാസവും യുദ്ധത്തിന്റെ സാധ്യതകൾ തന്നെയാണ് തുറന്നിടുന്നത്. എന്നാൽ യുദ്ധം നേട്ടങ്ങളെക്കാൾ നഷ്ടങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ടോക്കിംഗ് ടേംസ് നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ UN കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ മധ്യസ്ഥതയിലൂടെ പരിഹാരം തേടുകയാണ് വേണ്ടത്. പ്രദേശത്തെ സൈനിക സാന്നിധ്യം കുറച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകാൻ യുനെസ്കോ പോലുള്ള സംഘടനകൾ മുൻകൈയെടുക്കേണ്ടതാണ്. ദീർഘകാലമായി നിലനിൽക്കുന്നതും അതിസങ്കീർണവുമായ ഈ തർക്കത്തിന് പരിഹാരം കാണാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാങ്കേതിക സഹകരണവും അനിവാര്യമാണ്. അതിർത്തികൾ മനുഷ്യന് ഭീഷണിയും അനിശ്ചിതത്വവുമല്ല നൽകേണ്ടത്, പകരം സുരക്ഷയും സമാധാനവുമാണ്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.